നമസ്കാരം. വി ദ പീപ്പിളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമെടുത്താണ് ഞങ്ങൾ ഈ സംവാദത്തിലേക്ക് കടക്കുന്നത്. സംസ്ഥാനത്തെ കേരള സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വമേധയാ നടത്തിയ സെനറ്റ് നിയമനങ്ങൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് മുന്നിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇത് 4 വിദ്യാർത്ഥി പ്രതിനിധികളുടെ നിയമനമാണ്. സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശമാണ് റദ്ദാക്കപ്പെട്ടത്. പക്ഷേ 17 ഒഴിവുകൾ വന്നപ്പോൾ സർവകലാശാല കൊടുത്ത ലിസ്റ്റ് മാറ്റിവെച്ചുകൊണ്ട് അതിൽ ഒരാളെ മാത്രം എടുത്തുകൊണ്ട് 16 സ്ഥാനങ്ങളിലേക്ക് ഗവർണർ നടത്തിയ നിയമനം വിവാദമായിരുന്നു. അതിൽ 4 വിദ്യാർത്ഥി പ്രതിനിധികളാണ് കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് അവരുടെ 4 പേരുടെ നിയമനം, അവരുടെ സ്ഥാനത്തേക്ക് 4 പേരെ നിയമിച്ചത് കോടതി റദ്ദാക്കിയിരിക്കുന്നു. അതാണുള്ളത്. വേറെ 12 സ്ഥാനങ്ങൾ കൂടി വിവാദമായത് ബാക്കി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്ത പ്രസക്തമാകുന്നത്. ഇതെങ്ങനെയാണ് വിവാദമായത് എന്ന് വെച്ചാൽ, സർവകലാശാല കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുക എന്ന ഇതുവരെയുള്ള ചാൻസലർമാർ പിന്തുടർന്നു വന്ന കീഴ്വഴക്കം മാറ്റിവെച്ചുകൊണ്ട് സ്വമേധയാ കളക്ട് ചെയ്ത കുറേ പേരെ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിക്കുകയായിരുന്നു. ആ ലിസ്റ്റ് സംഘപരിവാർ നൽകിയതാണ്, RSS കാര്യാലയത്തിൽ നിന്ന് നൽകിയതാണ് എന്ന ആരോപണമാണ് ഉയർന്നത്. അങ്ങനെയാണ് ഇത് വിവാദത്തിലായത്. എന്താണ് ഇവിടെ ആ ദിവസങ്ങളിൽ തലസ്ഥാനത്ത് നടന്നത്? എങ്ങനെയാണ് ആ വിവാദ കോലാഹലം മുന്നോട്ട് പോയത്? എങ്ങനെയാണ് ഗവർണർ അതിന് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറയാൻ വേണ്ടി ഞങ്ങളുടെ തലസ്ഥാനത്ത് ബ്യൂറോ ചീഫായ ഷീജ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഷീജ, ഇതിലേക്ക് കൂട്ടിച്ചേർക്കൂ. തീർച്ചയായും ഇതിൽ NPC സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ 17 പേരുടെ സെനറ്റിലേക്കുള്ള നിയമനം. ഇത് ആ ദിവസം അദ്ദേഹം സ്വന്തം നിലയ്ക്കൊരു പട്ടിക പുറത്തിറക്കിയപ്പോൾ തന്നെ അന്ന് വലിയ വിവാദമായിരുന്നു. ഈ പറയുന്നത് പോലെ വിദ്യാർത്ഥികളുടെ മാത്രം കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഈ 4 വിദ്യാർത്ഥി പ്രതിനിധികൾ അവർ ABVPയുടെ ചുമതലക്കാരാണ് ഇതിനകത്ത് നിയോഗിക്കപ്പെട്ടവർ. പക്ഷേ ഈ സർക്കാർ, അതായത് യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു ലിസ്റ്റുണ്ട്. യൂണിവേഴ്സിറ്റി നൽകിയ ലിസ്റ്റിലുണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ന് പറയുന്നത് അക്കാഡമിക്കലി റാങ്ക് നേടിയിട്ടുള്ളവർ, അത്തരത്തിൽ അക്കാദമിക് നിലവാരം നോക്കിയാണ് അവർ വിദ്യാർത്ഥി പ്രതിനിധികളെ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരെ ആരെയും പരിഗണിച്ചില്ല. അല്ലെങ്കിൽ കായിക രംഗത്ത് നിന്നും മികവ് നേടിയിട്ടുള്ളവർ, അവർ റാങ്ക് നേടിയിട്ടുള്ളവർ എന്നതിനപ്പുറത്തേക്ക് ഉയർന്ന ഗ്രേഡ് നേടി കലാകായിക മത്സരങ്ങളിൽ വന്നിട്ടുള്ളവർ, സ്പോർട്സിൽ മികവ് തെളിയിച്ചിട്ടുള്ളവർ, അങ്ങനെ ഓരോ രംഗത്ത് നിന്നും മികവ് തെളിയിച്ച 4 വിദ്യാർത്ഥികളെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അത് ആ രീതിയിൽ തന്നെ വെട്ടിക്കൊണ്ട് 4 ABVPയുടെ പ്രതിനിധികൾക്ക് നാമനിർദ്ദേശം നൽകുന്നു. അതിനൊപ്പം തന്നെ ഇതിൽ മൊത്തം 17 പേരിൽ ഒരാളെ മാത്രമാണ് സർക്കാരിൻ്റെ ഈ യൂണിവേഴ്സിറ്റി നൽകിയ പട്ടികയിൽ നിന്നെടുത്തത്. മറ്റുള്ളവരുടെ കാര്യം പരിശോധിക്കുമ്പോഴും സമാനമായ അവസ്ഥ തന്നെയാണ്. ഈ അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിലും അനധ്യാപകരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഈ സർവകലാശാല നൽകുമ്പോൾ അതിൽ ഓരോ അക്കാദമിക് മെറിറ്റ് നോക്കിയാണ് നൽകുന്നത്. പക്ഷേ ഇതിലുള്ള ആരെയും എടുക്കുന്നില്ല. മറിച്ച് ഈ രീതിയിൽ BJPയുമായി ചായ്വുള്ളവർ, അല്ലെങ്കിൽ ഈ RSSുമായി അത്തരത്തിൽ എന്തെങ്കിലും അടുപ്പമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് ഈ ഒരു നിയമനം നടത്തുന്ന രീതിയിൽ ശുപാർശ നൽകുന്ന രീതിയിലായിരുന്നു അന്നുണ്ടായത്. അതിനെ തുടർന്ന് നമുക്കറിയാം വലിയ തോതിലുള്ള സമരം, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ, ഗവർണർക്കെതിരെ ഗവർണർ പുറത്തിറങ്ങിയാൽ, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ പോയാൽ ഈ ഒരു പട്ടിക റദ്ദാക്കും വരെയും സമരവുമായി മുന്നോട്ട് എന്നൊരു പ്രഖ്യാപനം തന്നെ വിദ്യാർത്ഥി പ്രതിനിധികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ നമുക്കറിയാം വളരെ ലാഘവത്തോടു കൂടി എന്നതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് അദ്ദേഹം ഒരു ഈ സർവകലാശാലകളുടെ ചാൻസലറാണ്. അത്തരത്തിൽ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തി പക്ഷേ ആ സമരങ്ങളോട് പിന്നീട് കാണിച്ചൊരു മുഖമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചട്ടങ്ങൾ അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരെ പ്രകോപിപ്പിക്കുക, അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടാകെ, അത് തിരുവനന്തപുരം മുതൽ നമ്മൾ കോഴിക്കോട് വരെ കണ്ടതാണ്. അദ്ദേഹം എവിടെയൊക്കെ ഔദ്യോഗിക പരിപാടിക്ക് പോകുന്നുണ്ടോ അവിടെ SFI പ്രഖ്യാപിച്ചു ഈ ഒരു പട്ടിക റദ്ദാക്കും വരെയും ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഇല്ലാത്ത പരിപാടിക്ക് അവിടെ പുതിയ പരിപാടി സർവകലാശാലയിൽ ഉണ്ടാക്കി അവിടെ പോവുക, വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുക, ഒരു രാത്രി മുഴുവൻ വിദ്യാർത്ഥികൾ ആ രീതിയിൽ സംഘർഷത്തിൻ്റെ ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ ഒരു പോരാട്ടം, SFI ഉൾപ്പെടെയുള്ള സംഘടന നടത്തിയ ഒരു പോരാട്ടം, അതാണിപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. അതിൻ്റെ ശരിയാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. ഷീജ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ അത് പ്രേക്ഷകർക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. അന്ന് SFI എന്താണ് പറഞ്ഞത്, അന്ന് ഗവർണർ എന്താണ് പറഞ്ഞത്, അന്ന് SFI എന്താണ് ചെയ്തത്, ഗവർണർ എന്താണ് ചെയ്തത്, ഇതൊക്കെ നമ്മളുടെ ഓർമ്മയിലേക്ക്
ഇപ്പോൾ വരേണ്ടതാണ്. അതിൽ SFI പറഞ്ഞതായിരുന്നു ശരി എന്ന് കേരള ഹൈക്കോടതി അടിവരയിട്ട് പറയുകയാണ്. ഗവർണർ പറഞ്ഞത് തെറ്റായിരുന്നു എന്നും പറഞ്ഞു. ഗവർണർ ഇത് കോടതിയിൽ ചെന്നും പറഞ്ഞു. സ്വന്തം നിലയിൽ നോമിനേറ്റ് ചെയ്യാൻ തനിക്ക് അധികാരമുണ്ട് എന്നതായിരുന്നു ഗവർണറുടെ വാദം, ചാൻസലർ എന്ന നിലയ്ക്ക് വെച്ച വാദം. ആ വാദം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതി ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിൽ കോടതി ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ പലതും പറയാതെ പറയുന്നുണ്ട്. കേരള സർവകലാശാല 1937 വരുന്നത്. അതിൻ്റെ ആദ്യത്തെ ചാൻസലർ എന്ന് പറയുന്നത് അന്നത്തെ മഹാരാജാവായിരുന്നു. അദ്ദേഹം പോലും ആ രാജഭരണകാലത്ത് പോലും നടക്കാത്ത തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഈ ചാൻസലർ പദവിയുടെ അധികാരങ്ങൾ ഇദ്ദേഹം കൈയാളുകയാണ് ഉണ്ടായത്. ചാൻസലർ എന്ന് പറയുന്നത് ആലങ്കാരിക തലവൻ മാത്രമാണ്. അതൊരു ഓണററി ചാൻസലർ മാത്രമാണ്. ആചാരപരമായ തലവനാണ് എന്ന് അദ്ദേഹം മറന്നുപോയി. ഭരണപരമായ തലവൻ VC ആണ്, പ്രോ ചാൻസലർ. വിദ്യാഭ്യാസ മന്ത്രിയായ പ്രോ ചാൻസലർ പോലുമല്ല, VC ആണ് അതിൻ്റെ പ്രാവർത്തികമായ തലവൻ എന്നത് അദ്ദേഹം മറന്നുപോയി. ഗവർണർ പദവിയിൽ ഉള്ളവരാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ചാൻസലറായി വരുന്നത്. ഗവർണറായി നിർഭാഗ്യവശാൽ നിരക്ഷരൻ മുതൽ അക്ഷരവൈരി വരെ വരാം. പക്ഷേ അവരൊക്കെ ചാൻസലർ ആവുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊക്കെയുള്ള ജാഗ്രതകൾ സർവകലാശാല നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. നിയമപരമായിട്ട് ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഈ ചാൻസലർ എന്ന നിലയ്ക്ക്, ഗവർണർ എന്ന നിലയ്ക്ക്, ഗവർണറും സംസ്ഥാനവും തമ്മിലുള്ള ഈ ബലാബലത്തിൽ ഒരു വലിയൊരു ഘട്ടമാണ്. രാജേന്ദ്രൻ എൻ്റെ ഒപ്പമുണ്ട്. രാജേന്ദ്രൻ മാധ്യമപ്രവർത്തകനായിരിക്കെ തന്നെ, ഇവിടുത്തെ സീനിയർ ന്യൂസ് എഡിറ്റർ ആയിരിക്കെ തന്നെ ഒരു അഭിഭാഷകൻ കൂടിയാണ്. പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിലും നിയമബിരുദം എടുത്ത ആളാണ്. നിയമപരമായി രാജേന്ദ്ര എന്താണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ പറ്റുക? അല്ല, ഇത് ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാരുകളെ, അതായത് BJP അല്ലാത്ത മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുക, സമാന്തരമായി BJP ഭരണം നടത്തുക, ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഗവർണർമാരെ നിയമിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ നമ്മളിതിൻ്റെ ഏറ്റവും ഒരു രീതി വരെ കണ്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരു കാരണമുണ്ടാക്കി അവിടുത്തെ ഗവർണർ കുച്ച് ബിഹാർ എന്ന പ്രദേശം സന്ദർശിക്കാൻ പോവുകയാണ്. സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു, പോരുതെന്ന് പറഞ്ഞു. അതുപോലെ തമിഴ്നാട്ടിലെ ഗവർണർ JV അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ, അതിൻ്റെ മറ്റൊരു രീതിയാണ് നമ്മളിവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇദ്ദേഹം ഗവർണർ നേരെ തെരുവിലിറങ്ങി ഓരോ ശബ്ദകോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കി, വഴിയെല്ലാം മുടുക്കി, എങ്ങനെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയെല്ലാമാണ് അദ്ദേഹം ആ പദവിയെ തന്നെ, അതിൻ്റെ ബഹുമാനം തന്നെ ഇല്ലാതാക്കിയത്. ഇപ്പോൾ ഇന്നത്തെ ഈ വിധി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളൊരു രസകരമായ വസ്തുത എന്താ അറിയൂ, ഇത് ശരിക്കും ചരിത്രത്തിൽ ഇടം നേടേണ്ടതാണ്. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ കൈക്കൊണ്ട 9ാമത്തെ തീരുമാനമാണ് കേരള ഹൈക്കോടതി റദ്ദാക്കുന്നത്. 9ാമത്തെ. അതായത് 2022 നവംബർ 8 ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഗവർണർ രാജിവെക്കാൻ നിർദ്ദേശിച്ച VC മാർക്ക് തുടരാമെന്ന് ഹൈക്കോടതി അന്ന് തുടങ്ങിയതാണ്. എന്നിട്ട് ഇന്നിപ്പോൾ 2024 മെയ് 21 കേരള ഹൈക്കോടതി സെനറ്റിലേക്ക് ഇഷ്ടക്കാരെ നിയമിച്ച ഗവർണറുടെ നടപടി കോടതി റദ്ദാക്കി. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തമിഴ്നാട് ഗവർണറെയും പിന്നെ അതുപോലെ പശ്ചിമ ബംഗാൾ ഗവർണറെയും എല്ലാം അദ്ദേഹം കടത്തിവിട്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ഗവർണർ, ഒരു സംസ്ഥാനത്ത് ഗവർണർ കൈക്കൊണ്ട ഇത്രയധികം നടപടികൾ ആ സംസ്ഥാനത്തെ ഹൈക്കോടതി റദ്ദാക്കുന്നു. 9 നടപടികൾ. ഈ 9-നൊരു സാദൃശ്യമുണ്ട്. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഏതാണ്ട് 9ഓളം തവണയാണ് പാർട്ടി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് യാദൃച്ഛികമാണോ എന്നറിയില്ല. അദ്ദേഹം BKD-യിലൂടെ ഈ രാഷ്ട്രീയ പ്രവേശനം നടത്തിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അവസാനം BJP-യിൽ എത്തി നിൽക്കുന്നു. മാത്രമല്ല, ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ വളരെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം BJP നേതാക്കളുമായെല്ലാം സംസാരിച്ചിരുന്നു. ചില കുടുംബാംഗങ്ങൾ അവിടെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി, അത് കിട്ടിയിട്ടില്ല തോന്നുന്നു. ഇനിയിപ്പോൾ എനിക്കറിയില്ല, രാജ്യത്തെ രാഷ്ട്രീയക്കാറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം താമസിയാതെ, ഒരുപക്ഷെ അടുത്ത മാസം നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം വേറെ വല്ല പാർട്ടിയിലും ആവുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഇത് ചരിത്രമാണ്. ഇന്ത്യയിൽ ഇത്രയധികം പാർട്ടികൾ മാറിയ ഒരാളുമില്ല. അതോടൊപ്പം തന്നെ ഇത്രയധികം ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനങ്ങൾ റദ്ദാക്കുന്ന മറ്റൊരു സംഭവം 9 തവണയാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഗവർണറുടെ നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് 100% ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പോൾ ഇത്
ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അജണ്ട വളരെ വ്യക്തമാണ്, എന്തും ചെയ്യും. കാരണം അതാണ് അവിടുന്ന് കൊടുത്തിരിക്കുന്ന ഒരു അജണ്ട. അതിനകത്ത് നമുക്ക് യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ മാധ്യമങ്ങൾ. ഈ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഓരോ നിയമവിരുദ്ധമായ നടപടിക്കും ഈ ന്യായീകരണങ്ങൾ കണ്ടെത്താനാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിച്ചത്. അവരെല്ലാവരും തന്നെ ഈ പട്ടിക നമ്മൾ ഈ പട്ടിക അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന് ഈ ഹൈക്കോടതി നേരിട്ട തിരിച്ചടികളുടെ പട്ടിക കൈരളി ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതൊന്ന് എല്ലാവരും തന്നെ അതൊന്ന് വായിച്ചു നോക്കണം. അതുകൊണ്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ചരിത്രത്തിൽ ഇടം നേടുകയാണ്. എന്തായാലും ചരിത്രത്തിൽ ഇടം നേടുന്ന തരത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്തുണ്ടായാലും ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഇറങ്ങി വരുന്നൊരു ഗവർണർ, തനിക്കൊരു തോന്നലുണ്ടായാൽ തെരുവിലിറങ്ങി നിന്ന് തെരുവ് നാടകം കളിക്കുന്ന ഗവർണർ, അദ്ദേഹം പക്ഷേ ഇതിൽ മൗനം കൊണ്ടിരിക്കുകയാണ്. വരുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുമായിരിക്കും. പക്ഷേ അദ്ദേഹം വാക്കാൽ പ്രതികരിക്കുകയല്ല. എന്താണ് ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം രാജിവെക്കണം എന്നാണ് SFI ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചാൻസലർ പദവിയിൽ നിന്ന് രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം ചാൻസലറായിരിക്കുന്നത് കേരളത്തിലെ 14 സർവകലാശാലകളിൽ അദ്ദേഹം നിയമപരമായി ചാൻസലറാണ്. ആ 14 സർവകലാശാലകളിലും ഗവർണർ ചാൻസലർ ആകുന്നത് നിയമസഭ അനുവദിച്ച ഒരു നിയമത്തിലൂടെയാണ്, കൊണ്ടുവന്നൊരു നിയമത്തിലൂടെയാണ്. ആ നിയമം റദ്ദാക്കിക്കൊണ്ട് നിയമസഭ ഒരു നീക്കം നടത്തിക്കഴിഞ്ഞു. അത് നിയമമാകാത്തത്, ആ റദ്ദാക്കൽ നിയമമാകാത്തത് ചാൻസലർ അതിൽ ഒപ്പിടാത്തത് കൊണ്ടാണ്, ചാൻസലറായിരിക്കുന്ന ഗവർണർ അതിൽ ഒപ്പിടാത്തത് കൊണ്ടാണ്. അപ്പോൾ നീക്കം ചെയ്യപ്പെട്ട ഗവർണറും നീക്കം ചെയ്യപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഒപ്പിടാത്തത് കൊണ്ട് അവിടെ തുടരുന്ന ഗവർണറുമാണ് അദ്ദേഹം. അത്തരത്തിൽ ദുർബലമായ ചാൻസലർ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇത് കൈയാളുന്നത്. അദ്ദേഹം ഇനി എന്ത് ചെയ്യും മനു? അദ്ദേഹം ഇനി ഒന്നും ചെയ്യത്തില്ല, ഇത് തന്നെ തുടരുമല്ല. ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അഭിമാനബോധം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതാണ്. കാരണം ഇത് കോടതിയിലോട്ട് പോയ സമയത്ത് തന്നെ നമുക്ക് ഉറപ്പായിരുന്നു തിരിച്ചടി കിട്ടുമെന്ന്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ NPC പറഞ്ഞതുപോലെ ഈ ഓരോ സർവകലാശാലകളുടെയും ചാൻസലറായി ഗവർണർ വരുന്നത് എങ്ങനെയാണ്? അത് സർവകലാശാലകൾ സ്ഥാപിതമാകുമ്പോൾ കേരള സർവകലാശാല പാസ്സാക്കിയ നിയമം അനുസരിച്ചാണല്ലോ. ഇപ്പോൾ കേരള സർവകലാശാലയുടെ നിയമം തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചാൻസലർക്ക് എവിടെയാണ് ഒരു തീരുമാനം റദ്ദാക്കാൻ കഴിയുന്നത്. സർവകലാശാലയുടെ നിയമങ്ങൾക്കോ നിയമാവലികൾക്കോ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം വന്നാൽ മാത്രമേ റദ്ദാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഒരുവിധ ഇടപെടലുകളും ചാൻസലർക്ക് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ കേരള സർവകലാശാല ചെയ്തത് എന്താണ്? എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ പേര് സെനറ്റിലേക്ക് കൊടുത്തത്. അതിൽ നല്ല റാങ്ക് നേടിയ ആളുകളുണ്ടായിരുന്നു, കലാകായിക രംഗത്ത് മികവ് പാലിച്ചവരുണ്ടായിരുന്നു, ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ നേടിയ ആളുകൾ വരെ ഉണ്ടായിരുന്നു. അവരെ മാറ്റിക്കൊണ്ട് വെറും ABVP-ക്കാരാണ് എന്ന യോഗ്യത മാത്രം എടുത്തുകൊണ്ടാണ് ഈ ആളുകളെ നിയമിക്കുന്നത്. അപ്പോൾ അതിനെതിരെ അത് ചോദ്യം ചെയ്തു. സ്വാഭാവികമായി ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ഗവർണർക്ക് ഈ തിരിച്ചടി ഉണ്ടാകുമെന്ന്. അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന്. അതെങ്ങനെയാണ് ഈ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്നത്? എനിക്ക് തോന്നുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഞാനിപ്പോൾ ഒരു രാജാവാണ് എന്ന ഭാവത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതായത് രാജ്ഭവൻ എന്ന പേര് കണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ അദ്ദേഹത്തിന് നിയമോപദേശം കൊടുക്കുന്ന ആളുണ്ടല്ലോ, ആ പുള്ളി പഠിച്ച ലോ കോളേജിന്റെ പരിസരത്ത് പോലും നമ്മൾ പോകരുത്. കാരണം പോയി കഴിഞ്ഞാൽ ജന്മത്തിൽ രക്ഷപ്പെടത്തില്ല. കാരണം ഇപ്പം രാജേന്ദ്രൻ പറഞ്ഞില്ല 9 തവണയാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അതായത് അത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിച്ച വ്യക്തികളുടെ ഒരു യോഗ്യതയും പശ്ചാത്തലത്തെ പറ്റി നമ്മുടെ യൂട്യൂബറായ, ഇപ്പൊ ലോകത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബറായ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാത്രമല്ല അദ്ദേഹത്തെ നിയമിച്ചവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈ ഗവർണർ എന്ന പദവി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഒളിഞ്ഞു നോട്ടക്കാരനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലകളെയും വലിയ തോതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് സാമാന്യ ജനങ്ങളെ എതിരാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എത്ര വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ ഈ ഗവർണർ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിക്കുന്നത് നിയമവിരുദ്ധമാണ്, ഇതിനൊന്നും നിലനിൽപ്പില്ല എന്ന് അവർക്ക് ആർക്കെങ്കിലും അറിയാഞ്ഞിട്ടാണോ? അല്ല, അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇത് കാവ്യവൽക്കരണം തന്നെയാണ്, സംഘപരിവാർ വൽക്കരണം തന്നെയാണ്. ജനാധിപത്യ വിശ്വാസികൾ ഇത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല. അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും കൊണ്ടുവന്നിരുന്ന ഈ വലിയ മൂല്യങ്ങളുണ്ടല്ലോ, ഭരണഘടനാ മൂല്യങ്ങളടക്കം ഇല്ലാതായി പോകും. എവിടെയാണ് ഈ സത്യത്തിൽ ഗവർണർ നമ്മുടെ എവിടെയെങ്കിലും തലവനാകുന്നുണ്ടോ? ആത്യന്തികമായി ഭരണഘടനാ പ്രകാരം
എക്സിക്യൂട്ടീവ് പവറില്ലാത്തൊരു തലവൻ മാത്രമാണ്. മന്ത്രിസഭ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമല്ലേ അധികാരമുള്ളൂ. ഒരിക്കൽ നമ്മൾ കണ്ടില്ലേ ബാലഗോപാലിലുള്ള എൻ്റെ പ്രീതി പോയി, ഇപ്പോൾ തന്നെ രാജിവെക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെ നടക്കും? ഗവർണർക്ക് ഇപ്പോൾ ഒരു മന്ത്രിയോട് ഗവർണർക്ക് താല്പര്യക്കുറവാണ്, അപ്പോൾ എൻ്റെ പ്രീതി പോയി രാജിവെക്കാൻ പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറ്റുന്നതാണോ? അല്ല, ഈ പ്രീതിക്ക് ഒരു പുത്തൻ വ്യാഖ്യാനം കോടതി കൊടുക്കുന്നതിന് വരെ ഇദ്ദേഹം കാരണക്കാരനാണ്. 15 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയപ്പോൾ പ്രീതി പോയി എന്നാണ് പറഞ്ഞത്. അവരൊരു യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിലാണ് വിശദീകരണം പോലും ചോദിക്കാതെ 15 കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയത്. അവരെ തിരിച്ചെടുക്കാൻ വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞു പ്രീതി എന്നത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടമല്ല എന്ന് കോടതിക്ക് വ്യാഖ്യാനിക്കേണ്ടി വന്നു. അത് കേട്ടിട്ടും ലജ്ജാരഹിതനായി അതേ സ്ഥാനത്ത് അതേ രീതിയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ ആട്ടം തുടരുകയാണ്. അതായത് സുപ്രീം കോടതി ഷംസേർ സിംഗിന്റെ കേസിലും നബാർ റാബിയ കേസിലുമൊക്കെ ഈ 164 എന്തെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയുടെ സമ്മതിയാണ് പ്രീതി എന്ന് പറയുന്നത്, അല്ല ഗവർണറുടെ സ്വന്തം ഇഷ്ടമല്ല ആ പ്രീതി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗവർണർക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണ്? ഒന്ന് സംഘപരിവാർ, മറ്റൊന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും. ഇവിടെ ഇപ്പോൾ സർവകലാശാല VC-കളുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ഈ ഏതെങ്കിലും ഒരു VC-യുടെ യോഗ്യതയെ ചൊല്ലി ഗവർണർ ഒരു ക്വസ്റ്റനെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. സാങ്കേതികപരമായ പ്രശ്നങ്ങളുടെ പേരിലാണ് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായത്. അതുണ്ടാക്കിയിട്ട് ഗവർണർ കൊണ്ടുവയ്ക്കുന്നത് ആരെയാണ്? കടുത്ത സംഘപരിവാർ അനുകൂലികളെ. കേരള സർവകലാശാലയിൽ ഒരു VC-യെ കൊണ്ടുവച്ചു, ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണല്ലോ കേരള സർവകലാശാലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്. അതായത് ഈ നമ്മുടെ ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് സർക്കാർ ചെയ്യുന്നതെല്ലാം അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണെന്ന് പറയുന്ന ഗവർണർ കൊണ്ടുവന്നിരുത്തുന്നത് മുഴുവൻ സംഘപരിവാർ അനുകൂലികളെ. അതിന് മാധ്യമങ്ങൾ കൂടെ പിടിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ആ 9 തിരിച്ചടികൾ അത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒന്ന് ഇരുത്തി വായിച്ച് ഒന്നില്ലെങ്കിൽ നമ്മുടെ വാർത്തയെങ്കിലും ഒന്ന് കണ്ടാൽ മതി. അത് കാണുന്നതുകൊണ്ടായിരിക്കാം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പണ്ട് അറിയില്ലേ, കുറച്ചു കാലം മുമ്പ് പറഞ്ഞില്ലേ കൈരളിയുമായി. ഷീജയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിവാദം വന്നപ്പോൾ ഷീജയുടെ കാതുകളിലും മുഴങ്ങുന്നുണ്ടായിരിക്കും ആ ചോദ്യം. SFI വീണ്ടും ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ലിസ്റ്റ്? നിങ്ങൾക്ക് എവിടെ നിന്ന് ലിസ്റ്റ് കിട്ടി? രാജ്ഭവന് സ്വന്തമായി വിവരശേഖരണ സംവിധാനം ഒന്നുമില്ല. കേരള സർവകലാശാലയിലെ മിടുക്കന്മാരും മിടുക്കികളുമായ വിദ്യാർത്ഥികളെ എങ്ങനെ നിങ്ങൾ തെരഞ്ഞെടുത്തു? കേരള സർവകലാശാല സെനറ്റിൽ ഇരിക്കേണ്ടത് സർവകലാശാല തന്നവരല്ല, വേറെ ചിലരാണെന്ന് എങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു? എവിടെ നിന്ന് ഈ പട്ടിക കിട്ടി എന്ന് SFI വീണ്ടും ചോദിച്ചിരുന്നു. ആ ചോദ്യത്തെ പറ്റി. അതെ, ആ ചോദ്യം ചോദിച്ചതിൽ ഒരു വ്യക്തി ഞാനിവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതേക്കുറിച്ച് നല്ല ഓർമ്മയുമുണ്ട്. അതായത് ഈ വിഷയം നമ്മൾ എപ്പോൾ ഗവർണറോട് ചോദിച്ചാലും അത് ഈ വിഷയത്തിൽ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ചോദിക്കുമ്പോൾ പുള്ളി നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം ഗവർണർ പറയില്ല. എവിടെ നിന്ന് പട്ടിക കിട്ടി എന്നുള്ളതല്ല പ്രസക്തം, പക്ഷേ ഞാൻ നൽകുന്ന പട്ടിക അംഗീകരിക്കണം. ഈ പറയുന്ന കണക്ക് ഞാനൊരു ഏകാധിപതിയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, നിങ്ങളെല്ലാം ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊരു നിലപാടാണ്. അത് സർവകലാശാലയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏത് നടപടിയെടുത്താലും അതിനെതിരെ രംഗത്ത് വരിക എന്നുള്ളത് മാത്രമായിരുന്നു ഗവർണറുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ കൊണ്ടുപോകാൻ മാത്രമാണ് പുള്ളി ശ്രദ്ധിച്ചിരുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വിഷയമുള്ളത് ബില്ലുകളുടെ കാര്യത്തിലാണ്. ബില്ലുകളുടെ കാര്യത്തിൽ ഓരോ ബില്ലുകളും അതാത് വകുപ്പ് മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തി വിശദീകരിച്ചു. ഓരോന്നിലും ഉള്ള വിഷയങ്ങളെല്ലാം കൃത്യമായി ധരിപ്പിച്ചു. പക്ഷെ അതൊന്നും പറ്റില്ല, മുഖ്യമന്ത്രി നേരിട്ട് വരണം. മുഖ്യമന്ത്രി വന്നാലേ ഞാൻ ബില്ലിൽ ഒപ്പിടൂ. അതാണ് പുള്ളിയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമുക്കറിയാം, നമ്മുടെ സർക്കാർ ആ രീതിയിൽ സർക്കാർ കുറേ നാൾ അത് ക്ഷമിച്ചു കണ്ടു മുന്നോട്ടൊക്കെ പോയി. അതിനുശേഷം സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്നു ഈ ബില്ലുകളിൽ ഗവർണർ ഒന്ന് മാറി ചിന്തിക്കുവാൻ വേണ്ടി. അതും തനിക്ക് തിരിച്ചടിയാകും. കാരണം ഇവിടെ സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന തിരിച്ചടി പോരാഞ്ഞിട്ട് പരമോന്നത നീതിപീഠത്തിൽ നിന്നും കൂടി തിരിച്ചടി വന്നാലോ എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു പരാമർശം വന്നപ്പോൾ തന്നെ വേഗത്തിൽ കുറച്ച് ബില്ലുകൾ അങ്ങ് രാഷ്ട്രപതിക്ക് വിട്ടു. അതിനുശേഷം ഉള്ള ബില്ലുകളിലാണ് പകുതിയിലധികം ബില്ലുകൾ ഇപ്പോൾ ഒപ്പിട്ട് തീർത്തിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ബില്ലുകളെല്ലാം അതെ. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള തിരിച്ചടി എന്നുള്ളതിനപ്പുറത്തേക്ക് പരമോന്നത നീതിപീഠത്തിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. NBC ചോദ്യത്തിനോട് ഞാനൊന്ന് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ആ ലിസ്റ്റ് എവിടെ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ K. സുധാകരനോട് ചില UDF അംഗങ്ങൾക്കും നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇങ്ങനെ നിയമനം കിട്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, അതായത് സംഘപരിവാറിൽ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിയമിക്കുന്നതിൽ എന്താണെന്ന് തെറ്റെന്ന് ചോദിച്ചത് K. സുരേന്ദ്രനല്ല, K. സുധാകരനാണ്. അപ്പോൾ മനസ്സിലായില്ലോ ഈ ലിസ്റ്റൊക്കെ എവിടെ നിന്ന് വരുന്നു, ഇതെങ്ങനെയൊക്കെ തയ്യാറാക്കപ്പെടുന്നു, ഇതിൻ്റെ അണിയറ നീക്കങ്ങൾ എന്തെന്ന്. ഇനി ഒരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞു. സുപ്രീം കോടതി എത്ര തവണയാണ് രാജ്യത്തെ ഗവർണർമാരോട് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളല്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ രാജ്യത്തെ ഭരണാധികാരികളെന്ന്. അതാണ് സത്യത്തിൽ ഈ സർവകലാശാലകളൊക്കെ ഇങ്ങനെ വന്നതിൽ കൂടി അങ്ങനെ ഒരു ഇത് പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരേ ഒരു സർവകലാശാല പോരെ,
അത് പ്രാദേശികമായ ഇച്ഛയുണ്ട്, പ്രാദേശികമായി ജനങ്ങളുടെ ഇച്ഛയുണ്ട്. ആ ഇച്ഛയെ പ്രതിനിധാനം ചെയ്യുന്നത് അവിടുത്തെ സർക്കാരാണ്. ആ സർക്കാരിൻ്റേതായിട്ടുള്ള ചില ഒരു നിയന്ത്രണം അവിടുത്തെ സർവകലാശാലകൾക്ക് ഉണ്ട്. അങ്ങനെയാണ് പ്രാദേശിക സർവകലാശാലകൾ അംഗീകരിക്കപ്പെടുന്നതും അതിന് അർത്ഥമുണ്ടാകുന്നതും അവിടെ ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നതും. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്ര ഭരണകക്ഷി, എത്ര ശതമാനം പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം, കേന്ദ്ര ഭരണകക്ഷിയായി മാറിയ ഒരു കക്ഷിയുടെ ഇച്ഛ ഒളിച്ചു കടത്തുന്ന ആളുകളായിട്ട് ഇവരൊക്കെ മാറും. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യേണ്ടത് ഈ കേരള സർവകലാശാലയുടെ എങ്കിലും ആപ്തവാക്യം അതൊന്ന് ശ്രദ്ധിക്കുകയാണ്. അത് കർമ്മണി വ്യജ്യതേ പ്രജ്ഞ എന്നാണ്. അതായത് ഒരാളുടെ കർമ്മമാണ് അയാളുടെ ബുദ്ധിയെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. കർമ്മത്തിലൂടെയാണ് അയാളുടെ മനസ്സിലെന്താണുള്ളത് എന്ന് നമുക്കറിയാമെന്ന്. അത് പഞ്ചതന്ത്രം എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്ന് ഉള്ള ഒരു ഉദ്ധരണിയാണത്രേ. ആ പഞ്ചതന്ത്രത്തിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു രാജാവിന് 3 മക്കളുണ്ടായിരുന്നു. അവർ 3 പേരും കുബുദ്ധികളായി വളരുന്നു. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പണ്ഡിതനെ കൊണ്ടുവരികയാണ്. ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത കഥകളാണ്. ആ കഥകളെങ്കിലും ഒന്ന് വായിച്ചാൽ 6 മാസം കൊണ്ട് ഈ കുബുദ്ധികൾ സുബുദ്ധികളായി മാറി എന്നാണ് പറയുന്നത്. 6 മാസം ഇപ്പോഴും മുമ്പിലുണ്ട്. പഞ്ചതന്ത്രം എടുത്ത് വായിച്ചു നോക്കുക. താൻ ചാൻസലറായിരിക്കുന്ന സർവകലാശാലയുടെ ആപ്തവാക്യത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ചരിത്രവുമെങ്കിലും ശ്രദ്ധിക്കുക. ഇതാണ് അദ്ദേഹത്തിന് ചെയ്യാവുന്നത്. അല്ല, ഇതിനകത്ത് ഇതിപ്പോൾ യാതൊരു സംശയമില്ല, കേരളത്തിലെ സർവകലാശാലകളെ തകർക്കുക, അതാണ് ആത്യന്തികമായ ലക്ഷ്യം. എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മുടെ സർവകലാശാലകൾക്ക്? ലോകോത്തരമായൊരു അംഗീകാരമാണ് നമ്മുടെ MG സർവകലാശാല നേടിയത്, ലോകോത്തരമായ എന്തെങ്കിലും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനെല്ലാം കോളേജിൽ പഠിക്കുന്ന ആ സമയത്ത് ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടാകനിയായിരുന്നു. അതായത് ഒരു 500 പേരുടെ ഒരു പട്ടിക വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു 3-4 പേര്, വളരെ കുറച്ചായിരുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആകെയുള്ള ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 2% താഴെയാണ്. പക്ഷേ സിവിൽ സർവീസിലെ ആദ്യത്തെ 100 റാങ്കുകാരെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു 10 എണ്ണത്തിൽ കൂടുതലാണ്. മാത്രമല്ല അതൊക്കെ അതിലെ ബഹുഭൂരിഭാഗവും കേരളത്തിലെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തകർക്കാൻ ശ്രമിക്കുന്ന ഈ സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിവിൽ സർവീസ് ലഭിക്കുന്ന ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? തിരുവനന്തപുരത്തെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ സിവിൽ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ സംവിധാനത്തെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിനിടയിലും അതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്, ഇനിയിപ്പോൾ BJP ഭരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നാടായ UP-ലെ സർവകലാശാലകളുടെ അവസ്ഥ എന്താണ്? അവിടെ അറിയാമല്ലോ, ഒരു ചോദ്യത്തിന് പോലും ശരിയായ ഉത്തരം എഴുതാത്ത ഒരു വിദ്യാർത്ഥിയാണ് അതിനകത്ത് പോയി എന്തൊക്കെ കുറേ കൊടുത്തു. അതായത് ഒന്നും പഠിക്കേണ്ട, ഒന്നും എഴുതേണ്ട, ആ ആൻസർ ഷീറ്റിൽ ജയ് ശ്രീറാമെന്നും പശു ദൈവമാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കേരളത്തിലെ സർവകലാശാലകളെ അതിനെല്ലാം തന്നെ നിയമത്തിൻ്റെ വഴിക്ക് വിടുക, അതെല്ലാം നോക്കാനും നടത്താനും ഇവിടെ നല്ലൊരു സംവിധാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ചെന്ന് അവിടുത്തെ ഈ കുത്തഴിഞ്ഞ സംവിധാനം, ഈ പരീക്ഷയ്ക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും ജയ് ശ്രീറാം എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹം ഒന്ന് ഇടപെടേണ്ടത്. ഏതായാലും ഈ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു വാർത്ത മുന്നിൽ വെച്ച് അതിൻ്റെ വിവിധ തലങ്ങൾ അടയാളപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. കേരള സർവകലാശാലയുടെ ചാൻസലർ, കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ ചാൻസലർ ആയി അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഗവർണർ അതിൻ്റെയൊക്കെ ലിക്വിഡേറ്റർ ആയി മാറുന്നു എന്ന ഒരു വിമർശനമാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ചാൻസലേഴ്സ് ട്രോഫിയുണ്ട് ഏറ്റവും നന്നായി പ്രവർത്തിച്ച സർവകലാശാലയ്ക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ തവണ അതിൻ്റെ കമ്മിറ്റി തിരഞ്ഞെടുത്തത് കേരള സർവകലാശാലയെയാണ്. അത് കൊടുക്കാതെ വെച്ച് ചാൻസലേഴ്സ് ട്രോഫി ആർക്കും കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച ഒരു ചാൻസലർ കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തെ സർവകലാശാലയുടെ ചാൻസലർ എന്നല്ല, ലിക്വിഡേറ്റർ എന്നാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരിക. ഈ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. നമസ്കാരം.